കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുല്ലുവിളയിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് കാണാതായ ജോൺ മത്യാസിൻ്റെ കുടുംബത്തെ കണ്ടതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. തൊഴിലാളികളെ കാണാതായ നാൾ മുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ചേർത്തു നിർത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും കോവളം MLA വിൻസെന്റും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങളിത് ഈ കുടുംബത്തെ സന്ദർശിക്കാനായിട്ടാണ് എത്തിയത്. അവരുടെ വേദനകളും പ്രയാസങ്ങളിലും പങ്കാളിയാകാനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും നമ്മുടെ സ്ഥല MLA ശ്രീ വിൻസെന്റും ഞാനും ഇവിടെ എത്തിയത്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. തീർച്ചയായിട്ടും ആ വേദനയും ഞങ്ങൾ പങ്കാളികളാവുകയാണ്. എപ്പോഴും പ്രതീക്ഷ കൈപിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായി സംസാരിച്ചു. ഇപ്പോഴും കരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ നീണ്ടകരയിൽ ഇന്നലെ ഞാൻ നീണ്ടകരയിൽ പോയിരുന്നു. നീണ്ടകരയിലും ഒരാളിനെ കാണാനായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സെർച്ച് നടക്കുകയാണ് ഇവിടെയും. പിന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി പരിചയമുള്ള ആളുകളെ കൂടി ഈ കോസ്റ്റൽ പോലീസ് കൂട്ടിയിട്ടുണ്ട്. ഇന്നും ആ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ 3, 4, 5 ദിവസം കഴിഞ്ഞൊക്കെ ആളുകൾ തിരിച്ചു വന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതെ, ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവടിയാതെ തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഫിഷറീസ് മന്ത്രി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഗോൾഡൻ അവറിൽ ഫിഷിംഗ് ആവുന്ന ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് SOP വേണം എന്നുള്ളതാണ് മെയിനായിട്ട് സംസാരിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് SOP ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും. അതോടൊപ്പം മാത്രമല്ല, നമുക്കിപ്പോൾ കിട്ടുന്ന കൂടുതൽ വാണിങ്ങുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോപ്പറായിട്ട് ലോക്കലൈസ്ഡ് വെതർ സിസ്റ്റം ഇല്ല, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. അക്യുറേറ്റ് ആയിട്ട് അവർ പറയുന്നില്ല. അതായത് ഒരു ദിവസം ഇപ്പോൾ ഈ 2-3 ദിവസത്തിന് മുമ്പ് 40 കിലോമീറ്റർ കാറ്റടിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അന്ന് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോഴാണ് അവർക്ക് അന്നുള്ള ഭക്ഷണത്തിനുള്ള സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇത് ഉണ്ടായില്ല, അയ്യോ ഞങ്ങൾ പണിക്ക് പോയിരുന്നെങ്കിൽ വിശ്വസിക്കുന്നില്ല. അവിടെ ഒരു അവിശ്വാസം ഉണ്ടാകുന്നു. കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ കാറ്റടിക്കാതിരിക്കുമ്പോൾ ഇന്നലെ കാറ്റടിക്കുന്നല്ലോ.